കപ്പ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം കപ്പ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കപ്പയിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വറുത്തെടുത്തിട്ട് കോരി മാറ്റി വെച്ചിട്ട് ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കപ്പ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ശർക്കരപ്പാനിയൊക്കെ വറ്റി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ചൊവ്വരി ഒന്ന് വേവിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വന്നാൽ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ പായസം റെഡിയായി. ലാസ്റ്റ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ റെസിപ്പീസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.